എല്ലാവർക്കും വീണ്ടും ചാനലിലേക്ക് സ്വാഗതം. സത്സംഗ് വിത്ത് ഋഷിയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് മെഡിറ്റേഷൻ, എങ്ങനെയാണ് മെഡിറ്റേഷൻ ചെയ്യേണ്ടത്. ഇത് ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഞാൻ എപ്പോഴും മെഡിറ്റേഷനെ കുറിച്ച് വീഡിയോയിൽ പറയുന്നുണ്ട്. എല്ലാ ദിവസവും മെഡിറ്റേഷൻ ചെയ്യണം, മെഡിറ്റേഷൻ ഓറ സ്ട്രെങ്തൻ ചെയ്യും, മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ ചക്ര ബാലൻസ് ചെയ്യും, മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ ഒരുപാട് ഗുണങ്ങളുണ്ട് എന്ന് പറയാറുണ്ട്. പക്ഷെ ആൾക്കാർ ചോദിക്കാറുണ്ട്, അപ്പോൾ ക്ലാസ്സസ് വെക്കാറുണ്ട്. കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാനുള്ളവർക്ക് കമ്മ്യൂണിറ്റി ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്, അവിടെ നമുക്ക് മെഡിറ്റേഷൻ ക്ലാസ്സസ് ഒക്കെ വരാറുണ്ട്. അപ്പോൾ മെഡിറ്റേഷൻ എന്താണെന്നുള്ളത് ഒരു വീഡിയോ ചെയ്യാം എന്ന് കരുതി. അപ്പോൾ ഒരുപാട് പേരുടെ സംശയങ്ങൾ അത് ആ വീഡിയോ മുഖേന അത് ക്ലിയർ ആവും. അതുകൊണ്ട് മാത്രമാണ് ഈ വീഡിയോ ചെയ്യുന്നത്. എന്താണ് മെഡിറ്റേഷൻ? അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. മെഡിറ്റേഷൻ എങ്ങനെ നമുക്ക് ചെയ്യാം, എപ്പോൾ ചെയ്യാം, എന്തായിരിക്കണം അതിന്റെ പ്രോഗ്രസ്, എങ്ങനെ അളക്കാം, ഇതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ഇന്ന് പറയുന്നത്. മെഡിറ്റേഷൻ എന്ന് പറയുന്നത് യോഗശാസ്ത്രത്തിൽ തന്നെ ഒരുപാട് അംഗങ്ങളുണ്ട്. അഷ്ടാംഗങ്ങൾ എന്ന് പറയും. അഷ്ടാംഗം: യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം, സമാധി. അപ്പൊ അതിലോട്ടൊന്നും നമ്മളിപ്പോൾ പോകുന്നില്ല. മെഡിറ്റേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളില്, നമ്മളുടെ ബീയിങ്ങുമായിട്ട്, നമ്മളുടെ എസെൻസുമായിട്ടുള്ള ആ ഒരു കമ്മ്യൂണിക്കേഷൻ, ആ ഒരു എന്താ പറയാ, ആ ഒരു കണക്ഷനാണ് മെഡിറ്റേഷൻ. മെഡിറ്റേഷൻ ആർക്കെങ്കിലും ചെയ്യാൻ സാധിക്കുമോ? ലോകത്ത് ഒരു മനുഷ്യനും മെഡിറ്റേഷൻ ചെയ്യാൻ സാധിക്കില്ല. ഇതിപ്പോ കേൾക്കുമ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒരു ഞെട്ടലുണ്ടോ? മെഡിറ്റേഷൻ ചെയ്യാൻ സാധിക്കില്ലല്ലോ, അപ്പൊ ലോകത്ത് മൊത്തം മെഡിറ്റേഷൻ പഠിപ്പിക്കുന്ന എന്താണ്, നിങ്ങൾ ഉൾപ്പെടെ മെഡിറ്റേഷൻ പഠിപ്പിക്കുന്ന എന്താണെന്ന് ഒരു ചോദ്യം വരും. ഇതൊന്നും മെഡിറ്റേഷൻ അല്ല, ഇതെല്ലാം മെഡിറ്റേഷൻ ടെക്നിക്സ് ആണ്. ഇതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഉറക്കം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ ഉറക്കം, ഇപ്പൊ ഈ നിമിഷം ഉറങ്ങണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്കെങ്കിലും ഉറങ്ങാൻ പറ്റുമോ? നോട്ട് പോസിബിൾ. ഉറക്കം സംഭവിക്കാനുള്ള സാഹചര്യം സൃഷ്ടിച്ചാൽ മാത്രമേ ഉറക്കം സംഭവിക്കുള്ളൂ. നമ്മൾ പോയി കിടക്കുന്നത്, ഫാൻ ഓൺ ചെയ്യുന്ന, അല്ലെങ്കിൽ AC ഓൺ ചെയ്യുന്ന, അല്ലെങ്കിൽ ചിലപ്പോൾ ക്ഷീണിച്ചിരിക്കുന്നതാണെങ്കിലും ഇതൊക്കെ സാഹചര്യങ്ങളാണ്. ഉറക്കം നമ്മുടെ കയ്യിലല്ല. ഉറങ്ങാൻ പറ്റാത്ത എത്ര പേരുണ്ട്? ഉറക്കം സംഭവിക്കേണ്ടതാണ്. ഇതെല്ലാം കറക്റ്റായിട്ട് സൃഷ്ടിക്കുമ്പോൾ ഇത് സംഭവിക്കും. ഇതേപോലെ അതുകൊണ്ടാണ് പറയുന്നത്, ഉറക്കം ഒരു മനുഷ്യന് ഉറങ്ങാൻ പറ്റത്തില്ല. ഉറക്കം വരാനുള്ള സാഹചര്യം സൃഷ്ടിക്കാൻ മാത്രമേ പറ്റുള്ളൂ. ഉറക്കം തനിയെ വരേണ്ടതാണ്. ഉറക്കം വരാത്ത എത്രയോ പേര് പല പല ട്രീറ്റ്മെന്റുകളുമായിട്ട് നടക്കുന്നുണ്ട്, അല്ലേ? എല്ലാവർക്കും അറിയാവുന്നതല്ലേ. ഇപ്പൊ മെഡിക്കൽ സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പണ്ട് വിക്സ് ഒക്കെ തൂക്കിയിട്ടിരിക്കുന്ന പോലെ ഇപ്പൊ തൂക്കിയിട്ടിരിക്കുന്നത് മെലറ്റോണിൻ ടാബ്ലറ്റ്സ് ആണ്. മനസ്സിലായില്ലേ? ഉറങ്ങാൻ കഴിയാത്ത ഒരുപാട് പേരുണ്ട്. അപ്പോൾ മെഡിറ്റേഷൻ അതേപോലെയാണ്. മെഡിറ്റേഷൻ നമ്മളിപ്പോ ശ്വാസം നിയന്ത്രണമാണെങ്കിലും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പോയിന്റിലേക്ക് നോക്കലാണെങ്കിലും, നമ്മൾ എന്തെങ്കിലും എന്താ പറയുക, ഒബ്സർവേഷൻ ആണ്, എന്ത് തന്നെ ആണെങ്കിലും, ദീസ് ആർ ഓൾ ടെക്നിക്സ്, നോട്ട് മെഡിറ്റേഷൻ. മെഡിറ്റേഷനിലേക്ക് പോകാനുള്ള ടെക്നിക്സ് ആണ്. സോ വി ക്യാൻ കോൾ ഇറ്റ് എസ് മെഡിറ്റേഷൻ ടെക്നിക്സ്. മെഡിറ്റേഷൻ സംഭവിക്കേണ്ടതാണ് നമ്മുടെ ഉള്ളിൽ. ഈ ഒരു ടെക്നിക്സുകൾ ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഫ്ലവർ ചെയ്യുന്ന ഒരു ഗ്രേസ് ആണ് മെഡിറ്റേഷൻ. അതുകൊണ്ടാണ് എല്ലാ മെഡിറ്റേഷൻ ടെക്നിക്സും ആദ്യം റിലാക്സേഷനിലാണ് വരിക. പലതരത്തിലുള്ള റിലാക്സേഷൻ ക്യാൻ ബി ഓഫ് മെനി ടൈപ്സ്. ശ്വാസ നിരീക്ഷണമായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വസ്തുവിലേക്ക് നോക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഒന്നിലും നോക്കാതെ നോൺ ജഡ്ജ്മെന്റൽ ആയിട്ടിരിക്കുന്നതായിരിക്കാം. ഇതെല്ലാം ദീസ് ആർ ഓൾ ടെക്നിക്സ് ഓഫ് റിലാക്സേഷൻ. ഒബ്സർവേഷൻ, ബുദ്ധിസത്തിൽ അതിനെ സമത എന്ന് പറയും, ടിബറ്റൻ ബുദ്ധിസത്തിൽ അതിനെ ക്ഷമത എന്ന് പറയും. പല 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 ടെക്നിക്സുകളുണ്ട്. അപ്പോൾ സാക്ഷിഭാവം എന്ന് പറയും പല ഉപനിഷത്ത് ഗ്രന്ഥങ്ങളിലും. അപ്പോൾ നമ്മൾ ഇതിനെ നിരീക്ഷിക്കുക. ഈ ഒരു പ്രോസസ്സാണ്. ഈ ഒരു റിലാക്സേഷനിലേക്ക് നമ്മൾ പോകുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മളുടെ ബോഡി, നമ്മളുടെ മൈൻഡ്, നമ്മളുടെ ബ്രെയിൻ ആൽഫ സ്റ്റേറ്റിലേക്ക് പോകും. ആൽഫ സ്റ്റേറ്റിലേക്ക് പോകുമ്പോൾ നമ്മുടെ ഉള്ളവുമായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കും. അതാണ് മെഡിറ്റേഷൻ. അപ്പോൾ മെഡിറ്റേഷൻ സംഭവിക്കുക, നമ്മുടെ ഉള്ളിൽ സംഭവിക്കുന്ന ഒരു ഗ്രേസ്, ഫ്ലവറിങ്, ഹൃദയം തുറക്കും. അല്ലാതെ മെഡിറ്റേഷൻ ഒന്നും ആർക്കും സംഭവിക്കില്ല. ഇത് തുറക്കാതെ ആർക്കും സംഭവിക്കില്ല. അതുകൊണ്ട് ഞാൻ ഇന്ന് ഈ വീഡിയോ ഫുള്ളായിട്ട് നിങ്ങൾ കാണുക. കാരണം ഞാൻ നിങ്ങൾക്ക് എല്ലാ ദിവസവും ചെയ്യാൻ പറ്റുന്ന ഒരു മെഡിറ്റേഷനെ കുറിച്ച് വീഡിയോയുടെ എൻഡിൽ പറയുന്നുണ്ട്.
കാരണം അതിന് മുമ്പ് നമുക്ക് ഇതിന്റെ ബേസിസ് മനസ്സിലാവണ്ടേ, അല്ലാതെ വെറുതെ നമ്മൾ മെഡിറ്റേഷൻ ചെയ്തുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. മെഡിറ്റേഷൻ എപ്പോഴൊക്കെയാണ് ചെയ്യേണ്ടത്? ഇനിഷ്യലി നമ്മൾ തുടക്കത്തിൽ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ അതൊരു പ്രാക്ടീസ് ആയിട്ട് തന്നെ ചെയ്യുന്നതാണ് നല്ലത്. ഏറ്റവും നല്ലത് നമ്മൾ രാവിലെ സമയമാണ്. എന്തുകൊണ്ടാണ് രാവിലെ സമയം? റിലീജിയസ് ഡോക്മാസ്, റിലീജിയസ് ബിലീഫ് സിസ്റ്റംസ് ഒക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ബ്രഹ്മമുഹൂർത്തത്തിനെ കുറിച്ചോ ഒന്നും സംസാരിക്കുന്നില്ല, പ്യുവർലി സയന്റിഫിക് ആയിട്ട് സംസാരിച്ചാൽ തന്നെ അതിരാവിലെ എണീക്കുമ്പോൾ നമ്മുടെ മൈൻഡ് കമ്പാരിറ്റീവ്ലി ഫ്രഷ് ആയിരിക്കും. പക്ഷെ വൈകിട്ടാണെങ്കിൽ എന്താണ്, നമ്മുടെ അന്നത്തെ ദിവസത്തെ ജോലികൾ മുഴുവൻ ചെയ്ത്, അല്ലെ, ആ ജോലികൾ മുഴുവൻ ചെയ്ത് തീർത്തതിന് ശേഷം നമ്മൾ ഇരിക്കുമ്പോൾ ഒരുപാട് ചിന്തകളും ഒരുപാട് ആക്ടിവിറ്റീസ് നമ്മുടെ മൈൻഡിലുണ്ട്, നമ്മൾ ടയർഡായിരിക്കും. അതുകൊണ്ട് തന്നെ വൈകിട്ടൊക്കെ ചെയ്യുമ്പോൾ നല്ലതാണ്, ചെയ്യാം. കുറച്ചുകൂടെ റെസിസ്റ്റൻസ് ഉണ്ടാവും മൈൻഡ്. ഇങ്ങനെ മങ്കി മൈൻഡ് എന്ന് പറയും മൈൻഡിന്. എൻ്റെ ഒരു ഗുരു ഉണ്ട്, സംറം പോച്ചെ, പുള്ളി അതിനെ മങ്കി മൈൻഡ് എന്ന് പറയും. അപ്പോൾ മങ്കി മൈൻഡ് എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾക്ക് ആ ഒരു റെസിസ്റ്റൻസ് ഉണ്ടാവും. ഒരുപാട് തോട്ട്സ്, മെഡിറ്റേഷൻ കണ്ണടച്ചിരിക്കുന്നതേ ഉള്ളൂ, പണ്ട് ജാമുന്റെ കാലത്ത് ചിന്തിച്ച തോട്ട്സ് വരെ വരും, അല്ലെ? ഇതെന്തുകൊണ്ടാണ്? മൈൻഡ്, ബോഡി ശാന്തമല്ല, മൈൻഡ് ശാന്തമല്ല. രാവിലെ ചെയ്യുമ്പോൾ ഇത് കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. എന്ന് കരുതി നിങ്ങൾക്ക് രാവിലെ സമയമില്ലെങ്കിൽ വൈകിട്ട് ചെയ്യുക. തുടക്കത്തിൽ നമ്മൾ ഈ ഒരു സമയക്രമം നമ്മൾ പാലിക്കുക, ഒന്നെങ്കിൽ രാവിലെ അല്ലെങ്കിൽ വൈകിട്ട്. പക്ഷെ രാവിലെ ചെയ്യുന്നതാണ് കമ്പാരിറ്റീവ്ലി ഈസി. രാത്രിയിൽ ചില ആൾക്കാർക്ക് മാത്രം ചെയ്യുന്നത് കുറച്ച് ഈസിയാണ്. അത് നിങ്ങൾ നോക്കുക, നിങ്ങൾക്ക് ഈസി ആണെങ്കിൽ നിങ്ങൾക്ക് രാത്രിയിലും ചെയ്യാം. പക്ഷെ ജനറലി തുടക്കത്തിൽ നമ്മൾ എപ്പോഴും വൈകിട്ടോ രാവിലെയോ ആണ് ഏറ്റവും പ്രിഫറബിൾ ആയിട്ടുള്ള ടൈം. മെഡിറ്റേഷൻ ചെയ്യുന്നതിന് മുമ്പ് മിനിമം ഒരു വയറൊഴിഞ്ഞിരിക്കണം. ഒഴിഞ്ഞ വയർ വെച്ചിട്ടാണ് നമ്മൾ മെഡിറ്റേഷൻ ചെയ്യേണ്ടത്. അല്ലാതെ നമ്മൾ മെഡിറ്റേഷൻ ടെക്നിക്സ് ഒന്നും പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല. അത് ചിലപ്പോൾ ദീർഘശ്വാസം എടുക്കാൻ പറയുമ്പോൾ വയറ് നിറഞ്ഞിരിക്കുകയാണെങ്കിൽ എങ്ങനെ ദീർഘശ്വാസം എടുക്കാൻ പറ്റും? പോസിബിൾ അല്ല, അല്ലെ? അപ്പോൾ ഇതാണ് നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞു എന്താണ് മെഡിറ്റേഷൻ എന്ന് പറയുന്നു, എന്തല്ല മെഡിറ്റേഷൻ. മെഡിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഒരു പല സ്ഥലത്തും പല സെൽഫ് ഹിപ്നോസിസിനെ നമ്മൾ മെഡിറ്റേഷൻ ആയിട്ട് കാണുന്നുണ്ട്. ദാറ്റ് ഇസ് നോട്ട് മെഡിറ്റേഷൻ. അപ്പോൾ മെഡിറ്റേഷൻ എന്താണെന്ന് പറഞ്ഞു, മെഡിറ്റേഷൻ എപ്പോഴാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു, അല്ലേ? എങ്ങനെയാണ് മെഡിറ്റേഷൻ ചെയ്യേണ്ടത്? വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടെക്നിക്ക് ഞാൻ പറഞ്ഞുതരാം. ഒന്നുമില്ല, വെറുതെ കണ്ണടയ്ക്കുക. ജസ്റ്റ് ആദ്യം കുറച്ചു നേരം ദീർഘശ്വാസം എടുത്തു വിടുക. ദീർഘശ്വാസം എന്ന് പറയുമ്പോൾ ശ്വാസം എടുക്കുമ്പോൾ വയർ ഉയർന്നു വരണം. കുഞ്ഞുങ്ങളുടെയൊക്കെ കണ്ടിട്ടില്ലേ, കുഞ്ഞുവാവുകളുടെയൊക്കെ വയറിങ്ങനെ ഉയർന്നു വരും ശ്വാസം. അതേപോലെ നമ്മൾ ശ്വാസം എടുക്കുന്ന കൂടുതലും ഇങ്ങനെയാണ്. ഇത് ജസ്റ്റ് ഒന്ന് വയറിലേക്ക് ശ്വാസം എടുക്കും. ശ്വാസം എടുക്കുമ്പോൾ വയർ ഇങ്ങനെ ഉയർത്തു വരും. ശ്വാസം വിടുമ്പോൾ വയറ് കംപ്ലീറ്റ്ലി നട്ടലിൻ്റെ അടുത്തേക്ക് വരും. ഇതേപോലെ കുറച്ചു നേരം എടുക്കുമ്പോൾ നമ്മളൊരു ആൽഫ സ്റ്റേറ്റിലേക്ക് പോകും. ഒരു സൈലൻസ് വരും. ആ ഒരു സൈലൻസ് വരുന്ന നിമിഷം നമ്മൾ ജസ്റ്റ് ഈ ശ്വാസം എടുക്കാനുള്ള ഈ മനഃപൂർവമായിട്ടുള്ള ശ്രമം, നമ്മളിപ്പോ മനഃപൂർവ്വമല്ലേ ദീർഘശ്വാസം, സാധാരണ ശ്വാസമല്ലേ, സാധാരണ ശ്വാസത്തിന് ഇങ്ങനെ ശ്രദ്ധിച്ചിരിക്കുക. ശ്വാസം തനിയെ സംഭവിക്കുന്നത് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. ശ്വാസം ഉള്ളിലേക്ക് പോകുന്നതും പുറത്തേക്ക് പോകുന്നതും ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. സ്വാഭാവികമായിട്ട് നമ്മളുടെ മനഃപൂർവ്വം നേരത്തെ ആദ്യം എടുത്തതുപോലെ വയറിലേക്കുള്ളത് അതൊന്നുമല്ല. നമ്മൾ സാധാരണ ഇപ്പൊ ഞാനിപ്പോ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ശ്വാസം എടുക്കുന്നുണ്ട്, പക്ഷെ ഞാൻ അറിയുന്നുണ്ടോ? ഇല്ല, അല്ലേ? നമ്മൾ നിരന്തരം ശ്വാസം എടുക്കുന്നുണ്ട്, പക്ഷെ നമ്മൾ ആരെങ്കിലും അറിയുന്നുണ്ടോ? ശ്വാസത്തിനെ ശ്രദ്ധിക്കുന്നുണ്ടോ? ഇല്ല. അപ്പോൾ ആ ശ്വാസത്തിൽ ഒരു ശ്രദ്ധ കൊടുക്കുക. സാധാരണ ശ്വാസത്തിൽ ഒരു ശ്രദ്ധ കൊടുക്കുക. നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ശ്വാസത്തിൽ ശ്രദ്ധ കൊടുക്കാൻ നേരത്ത് ശ്വാസം ഉള്ളിലേക്ക് പോകുമ്പോൾ സോ എന്ന് പറയാം, പുറത്തേക്ക് വരുമ്പോൾ ഹം എന്ന് പറയാം. മനസ്സിലായി? അല്ലെങ്കിൽ ശ്വാസം ഉള്ളിലേക്ക് പോകുമ്പോൾ എന്ത് വേണമെങ്കിലും 1 എന്ന് പറയാം, പുറത്തേക്ക് പോകുമ്പോൾ 2 എന്ന് പറയാം. ഇങ്ങനെ പറഞ്ഞില്ലെങ്കിൽ ഒന്നുമില്ല, കുറച്ചുകൂടി ഒരു ഫോക്കസ് കിട്ടാൻ വേണ്ടിയാണ്. ഇപ്പൊ നിങ്ങൾക്ക് കൂടുതൽ റിലീജിയസ് എലമെന്റ് വരണമെങ്കിൽ ശ്വാസം ഉള്ളിലേക്ക് പോകുമ്പോൾ, ഇപ്പൊ ഹിന്ദുക്കളാണെങ്കിൽ ശ്വാസം ഉള്ളിലേക്ക് പോകുമ്പോൾ ശ്രീ, പുറത്തേക്ക് പോകുമ്പോൾ രാം. ശ്വാസം ഉള്ളിലേക്ക് പോകുമ്പോൾ ശ്രീ, പുറത്തേക്ക് പോകുമ്പോൾ കൃഷ്ണ. ശ്വാസം ഉള്ളിലേക്ക് പോകുമ്പോൾ അല്ലാ, പുറത്തേക്ക് പോകുമ്പോൾ ഹു, അല്ലാ ഹു. അങ്ങനെ നിങ്ങളുടെ റിലീജിയൻ ആയിട്ട് ചെല്ലണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇതൊക്കെ ഒരു ജസ്റ്റ് ഫോക്കസിന് വേണ്ടിയാണ്, ഇതിന് വലിയ ഇമ്പോർട്ടൻസ് ഇല്ല. ഫോക്കസ് കൂടുതൽ അതിലേക്ക് വരാൻ വേണ്ടി മാത്രമാണ്. ഇത് കുറച്ച് നേരം ചെയ്യുക. ശ്വാസം ജസ്റ്റ് ഇരിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾക്ക് എങ്ങനെ വേണമെങ്കിലും ഇരിക്കാം, പക്ഷെ
എന്തെങ്കിലും ഇട്ടിട്ട് വെറും തറയിലിരിക്കരുത്. നിങ്ങൾ ഒന്നെങ്കിൽ ചെയറിലിരിക്കുക, ബെഡിലിരിക്കുക, സോഫയിലിരിക്കുക. അതേപോലെ നമ്മൾ ഈ കാലിപ്പോൾ ചെയറിലിരിക്കാന്ന് വിചാരിച്ചു, ഞാനിപ്പോൾ ഒരു സോഫയിലിരിക്കുകയാണ്, അപ്പോൾ എൻ്റെ കാല് സ്വാഭാവികമായിട്ടും തറയിൽ തട്ടും. ഇപ്പൊ ഈ കാല് ഡയറക്റ്റ് ആയിട്ട് തറയിൽ തട്ടരുത്. എന്തെങ്കിലും ഒരു കാർപ്പറ്റോ എന്തെങ്കിലും ഒന്ന് ഇടുക, എന്നിട്ട് വേണം ഇരിക്കാൻ. അത്യാവശ്യം ശുദ്ധിയായിട്ടുള്ള ഒരു സ്ഥലത്തിരിക്കാം. എന്നിട്ട് കുറച്ചു നേരം ശരീരം മാക്സിമം, നമ്മളിപ്പോ ചില ആൾക്കാർ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെ കൊതുകിനെയൊക്കെ അടിച്ചു കൊല്ലുന്ന അങ്ങനെ ഒന്നും ചെയ്യരുത്. കൊതുകൊക്കെ വന്നു കഴിഞ്ഞാൽ പതുക്കെ, ഭയങ്കര ഭീകരമായിട്ടുള്ള കൊതുകൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് വളരെ പതുക്കെ അതിനെ മാറ്റാം എന്നുള്ളതല്ലാതെ മാക്സിമം പരമാവധി അനങ്ങാതിരിക്കാം. കാരണം അനങ്ങുമ്പോൾ നമ്മളുടെ ഫോക്കസ് തെറ്റും. മനസ്സിലായി? അതുകൊണ്ടാണ് നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ എന്താ പറയാ, അനങ്ങരുതെന്ന് പറയുന്നത്. മാക്സിമം പരമാവധി നിങ്ങൾക്ക് പറ്റുന്നിടത്തോളം സൈലന്റ് ആയിട്ട് സ്റ്റഡി ആയിട്ടിരിക്കാം. സ്റ്റഡി ആയിട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ എന്താ പറയാ, നമ്മൾ മെഡിറ്റേഷൻ തീരുന്നത് വരെ ഇങ്ങനെ നട്ടിൽ നിവർത്തിയിരിക്കണമെന്നല്ല. തുടക്കത്തിൽ സ്റ്റഡി ആയിട്ടിരിക്കുക. സ്വാഭാവികമായിട്ട് നിങ്ങളുടെ ബോഡി എങ്ങനെ ആയാലും കുഴപ്പമില്ല. ചിലപ്പോൾ വളഞ്ഞു വരും, ഉറപ്പായിട്ടും വളഞ്ഞു വരും. ചിലപ്പോൾ ഒന്നല്ല, അൺലെസ് യു ആർ എ വെരി ഹൈലി അഡ്വാൻസ്ഡ് യോഗി, കുറഞ്ഞു വരും. അപ്പോൾ ചിലപ്പോൾ വളഞ്ഞു വരും, ചിലപ്പോൾ തളർന്നിങ്ങനെ ഇരിക്കും. തളർന്നിരിങ്ങനെ ഇരിക്കും മീൻസ് എന്താ പറയാ, ജസ്റ്റ് ഇങ്ങനെ റിലാക്സ് ആയിട്ട് ഇങ്ങനെ ബോഡി ഇങ്ങനെ ഇരിക്കാം. ഇതൊന്നും കുഴപ്പമില്ല. ഭയങ്കര അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ വീണ്ടും നിങ്ങൾ ഇങ്ങനെ കൊണ്ടുവെക്കരുത്. അപ്പൊ ബോഡി അനങ്ങാണ്, മെഡിറ്റേഷൻ തെറ്റിപ്പോ. അപ്പോൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാം. ഇത് നിരന്തരം മീൻസ് നിരന്തരം ഇൻ ദ സെൻസ് എല്ലാ ദിവസവും ചെയ്യാം. എല്ലാ ദിവസവും ഒരു പ്രാവശ്യം ചെയ്യാം. ഇതിന് സമയം വെക്കരുത്, ഒരു കാരണവശാലും ഇതിന് അലാം വെക്കരുത്. മെഡിറ്റേഷൻ എന്ന് പറയുന്നത് മൈൻഡിനകത്തുള്ളതല്ല. മെഡിറ്റേഷൻ ഇസ് ബിയോണ്ട് മൈൻഡ്. മൈൻഡിന്റെ തലത്തിലുള്ളതാണ് ടൈമും സ്പേസും. ഇതിന്റെ അപ്പുറത്തേക്കുള്ള കാര്യമാണ് മെഡിറ്റേഷൻ. അപ്പൊ നമ്മൾ ഈ ടൈം വെച്ചിട്ട് അലാം വെച്ചിട്ട് ഇപ്പൊ ഭയങ്കര ശാന്തമായിട്ടിരിക്കുന്ന ഒരു സമയത്ത് പെട്ടെന്ന് ഒരു അലാം കേൾക്കുമ്പോൾ നമുക്ക് എന്തായിരിക്കും, ഞെട്ടും. അതുണ്ടാവരുത് മെഡിറ്റേഷനിൽ. നിങ്ങൾക്ക് സമയമൊന്നും വേണ്ട. നിങ്ങൾ ധൃതിയുള്ള സമയത്ത് മെഡിറ്റേഷൻ ചെയ്യരുത്. ചെയ്തില്ലെങ്കിൽ ഒന്നുമില്ല, ധൃതിയുള്ള സമയത്ത് ചെയ്യാൻ പോകരുത്. അതിനേക്കാളും നല്ല ചെയ്യാതിരിക്കുന്നതാണ്. മനസ്സിലായി? നിങ്ങളൊരു ക്വാളിറ്റി ടൈം എപ്പോഴും കണ്ടെത്തുക. ക്വാളിറ്റി ടൈം കണ്ടെത്തിയതിനു ശേഷം നിങ്ങളിരുന്ന് മെഡിറ്റേഷൻ ചെയ്യാം. ചിലപ്പോൾ നിങ്ങൾക്ക് 5 മിനിറ്റ് ആയിരിക്കും, 10 മിനിറ്റ് ആയിരിക്കും. ഇതൊന്നും ഒരു കുഴപ്പമില്ല എന്നും പറഞ്ഞ് നിങ്ങൾ എന്താ പറയാ, ഒരു ദിവസം ഒന്നും ഇരുന്ന് മെഡിറ്റേഷൻ ഒന്നും ചെയ്തത്, ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് ഏകദേശം ആ ഒരു സമയം മതി തുടക്കത്തിൽ കേട്ടോ. തുടക്കത്തിന്റെ കാര്യമാണ് ഇത് ബിഗിനേഴ്സിനുള്ളതാണ്. സ്റ്റാർട്ടിങ് ഒരു 15 മിനിറ്റ് 20 മിനിറ്റ് ഇതൊക്കെ മതി, ഇത്രയും മതി. ഒരുപാട് അങ്ങ് ചെയ്യേണ്ട ആവശ്യമില്ല. പതിയെ 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 നമ്മൾ ചെയ്യുമ്പോഴാണ് അതിന്റെ എഫക്റ്റ് നമുക്ക് കൂടുന്നത്. മനസ്സിലായില്ലേ? പതിയെ തിന്ന പനയും തിന്നുന്നെന്ന് പറയുന്നത് പോലെയാണ്. അപ്പൊ ഇത് കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ ദിവസവും ചെയ്യാം. ഏത് സമയത്ത് വേണമെങ്കിലും ചെയ്യാം, പീരീഡ് ടൈമിൽ ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. യാതൊരു റൂൾസ് ആൻഡ് റെഗുലേഷൻസും ഇല്ല. അപ്പൊ ഇത് നിങ്ങൾ എല്ലാവരും പ്രാക്ടീസ് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് ഒരു ചെറിയൊരു മെത്തേഡ് പറഞ്ഞു തരണം എന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ ഒരു മെഡിറ്റേഷന്റെ ഒരു വീഡിയോ ചെയ്തത്. മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ എങ്ങനെയാണ് നമുക്ക് പ്രോഗ്രസ് ഉണ്ടാവുന്നതെന്ന് തിരിച്ചറിയാം. എംപതി, മറ്റുള്ളവരുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കാനുള്ള കഴിവുണ്ടാവും. പല ആൾക്കാരും മറ്റുള്ളവർക്ക്, ഹസ്ബൻഡ് ഒരു കാര്യം പറയുമ്പോൾ വൈഫിനും ഹസ്ബൻഡിന്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കാതെ വരുമ്പോഴാണ് വഴക്കുണ്ടാവുന്നത്. അല്ലെങ്കിൽ തിരിച്ചു അങ്ങനെ ആവാത്തത് കൊണ്ടാണ് വഴക്കുണ്ടാവുന്നത്, അല്ലെ? തിരിച്ച് അതുകൊണ്ട്, അല്ലെങ്കിൽ മക്കൾ എന്തെങ്കിലും വഴക്കിടുമ്പോൾ മക്കളുടെ ഭാഗത്ത് നിന്ന് കൂടി ചിന്തിക്കാൻ പറ്റാതിരിക്കുമ്പോഴാണ് വഴക്കുണ്ടാകുന്നത്. അപ്പോൾ എംപതി, മറ്റുള്ളവരുടെ ഭാഗത്ത് നിന്ന് കൂടി ചിന്തിക്കാനുള്ള കഴിവ് ഇതുണ്ടാവും. ഒരാളെ കാണുമ്പോൾ നമുക്ക് അവരോട് ഒരു കരുണ ഉണ്ടാവും. അല്ലാതെ ചില ആൾക്കാർ മെഡിറ്റേഷൻ ചെയ്യുന്നെന്ന് പറഞ്ഞ് റൂമിൽ കയറി കണ്ണടച്ചിരിക്കുന്ന സമയം മാത്രം നല്ല ശാന്തതയായിരിക്കും. കണ്ണ് തുറന്നു കഴിഞ്ഞാൽ പിന്നെ ശിവൻ തൃക്കണ്ണ് തുറന്ന പോലെ ആയിരിക്കും. അത്രയും ദേഷ്യവും കാര്യങ്ങളൊക്കെ. അപ്പൊ ഇതൊന്നും അല്ല മെഡിറ്റേഷൻ. മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടും നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് മാത്രമല്ല നമ്മുടെ മെഡിറ്റേഷൻ, നമ്മുടെ ജീവിതത്തിലാണ്. നമ്മൾ ഇതൊക്കെ ചെയ്തിട്ട് നമ്മുടെ ജീവിതത്തിൽ അതൊന്നും എഫക്ട് ചെയ്തില്ലെങ്കിൽ പിന്നെ എന്ത് കാര്യം? പിന്നെ തൃക്കണ്ണ് തുറന്നിട്ടും അല്ലെങ്കിൽ ആത്മസാക്ഷാത്കാരം കിട്ടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടന്നിട്ട് വല്ല കാര്യമുണ്ട്? നമ്മുടെ ജീവിതത്തിൽ ഒരാളുടെ സ്വഭാവത്തിൽ ട്രാൻസ്ഫോർമേഷൻ ഇല്ല, ജീവിതത്തിൽ ഒരാളുടെ ഹൃദയത്തിൽ തുറന്നിട്ടില്ല, ഒരാളുടെ ഒരു കരുണ പോലും ഇല്ലെങ്കിൽ നമ്മൾ എത്ര മെഡിറ്റേഷൻ ചെയ്തിട്ടും ഒരു കാര്യവും ഇല്ല. അപ്പോൾ ഇതിന്റെ എല്ലാം പ്രതിഫലനം എവിടെയാണ് ഉണ്ടാവേണ്ടത്? നമ്മുടെ ജീവിതത്തിലാണ് ഉണ്ടാവുന്നത്, നമ്മുടെ ചുറ്റിനുള്ള ആൾക്കാരിലാണ് ഉണ്ടാവേണ്ടത്. അല്ലാതെ മെഡിറ്റേഷൻ ചെയ്യണമെങ്കിൽ നമ്മൾ ഇവിടുന്ന് ഗുഹയിൽ പോയി ഇരിക്കലല്ല. നമ്മൾ എവിടെയാണോ അവിടെ നിന്ന് ഫേസിങ് ദ വേൾഡ്, അവിടെ നിന്നാണ് മെഡിറ്റേഷൻ ചെയ്യേണ്ടത്. അല്ലാതെ മെഡിറ്റേഷൻ, എനിക്ക് വീട്ടിൽ മെഡിറ്റേഷൻ ചെയ്യാൻ സൗകര്യമില്ല, എന്റെ ഭാര്യയുടെ മോൻ കാണുമ്പോഴേ എനിക്ക് മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റത്തില്ല ഇതൊക്കെ പറയുന്നത് എന്താണ്? ഒളിച്ചോട്ടമാണ്. ഇതൊന്നും അല്ല ആത്മീയത എന്ന് പറയുന്നത്. അപ്പോൾ റിയൽ സ്പിരിച്വൽ ജേർണി എന്ന് പറയുമ്പോൾ
യഥാർത്ഥത്തിൽ നമ്മൾ എവിടെയാണോ അവിടെ നിന്ന് നമ്മൾ ട്രാൻസ്ഫോം ആവുക. ഒരു താമര എങ്ങനെയാണ് താമരയായി മാറുന്നത്? ചെളി വെള്ളത്തിൽ നിന്ന് ഉയർന്ന് താമരയായി മാറും. അതിനകത്ത് എന്തെങ്കിലും ചെളി വെള്ളം ഉണ്ടാവോ? ഇല്ല. മനസ്സിലായില്ല? അപ്പോൾ അങ്ങനെയാണ് ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകുന്നത്. അപ്പോൾ അന്യരുടെ ഒരു ദുഃഖം കാണുമ്പോൾ നമുക്ക് അവരെ സഹായിക്കാൻ തോന്നാതിരിക്കുകയാണെങ്കിൽ നമ്മൾക്ക് പ്രോഗ്രസ് ഇല്ല. മറ്റൊരാൾ എന്തെങ്കിലും പറയുമ്പോൾ റിയാക്ട് ചെയ്യുവാണ്, റിയാക്ട് മറ്റൊരാളുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കാതെ വെറുതെ റിയാക്ട് ചെയ്യുകയാണ്, മെഡിറ്റേഷൻ പ്രോഗ്രസ് ഇല്ല എന്നാണ് അർത്ഥം. ഇങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. അല്ലാതെ ലൈറ്റ് കണ്ടതുകൊണ്ടോ ദൈവം പ്രത്യക്ഷപ്പെട്ടതോ ഒന്നും അല്ല മെഡിറ്റേഷന്റെ പ്രോഗ്രസ്. ഇതൊക്കെ നമുക്ക് പല തെറ്റായിട്ടുള്ള ധാരണകളാണ്. യഥാർത്ഥ പ്രോഗ്രസ് നമ്മുടെ ജീവിതത്തിലാണ് വരേണ്ടത്. യഥാർത്ഥ അത്ഭുതം എന്ന് പറയുന്നത് ലൈഫ് ട്രാൻസ്ഫോർമേഷൻ, ജീവിതത്തിന്റെ പരിവർത്തനമാണ്, അല്ലാതെ എന്തെങ്കിലും മറ്റ് തരത്തിലുള്ളതല്ല. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇത് പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾ എല്ലാവർക്കും ഇത് കൂടുതൽ നിങ്ങൾ അഡ്വാൻസ് സ്റ്റേജസ് ഓഫ് മെഡിറ്റേഷനിലേക്ക് പോകാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ എൻ്റെ കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾക്ക് വരാം. എൻ്റെ കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾക്ക് ഞാനുമായിട്ട് ഡയറക്റ്റ് സംസാരിക്കാനുള്ള അവസരമുണ്ട്. നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് ഉണ്ട്. അതിൽ നിങ്ങൾക്ക് പോയി ഞാനുമായിട്ട് ഡയറക്റ്റായി സംസാരിക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ നമ്പറും അതിനകത്ത് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഞാനുമായിട്ടും ഡയറക്റ്റായിട്ട്, അല്ലാതെ കമ്മ്യൂണിറ്റിയുടെ ഉള്ളിലല്ല. അപ്പോൾ നിങ്ങളുടെ പേഴ്സണൽ ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനകത്ത് ചോദിക്കാം. ഓക്കെ. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. എല്ലാവരും മാക്സിമം ആ ഒരു ലൈഫ് ട്രാൻസ്ഫോർമേഷനെ മുൻനിർത്തി പ്രയത്നിക്കാം. മെഡിറ്റേറ്റീവ്നെസ് ഉണ്ടാവുമ്പോൾ നമുക്ക് ഓറ സ്ട്രെങ്തൻ ആവും, ചക്ര ബാലൻസ് ആവും, നമ്മുടെ ഉള്ളിലുള്ള എല്ലാ നെഗറ്റീവ് കാര്യങ്ങളും പോകും. നെഗറ്റീവ് കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ എന്താ പറയാ, ബുദ്ധന്റെ അടുത്ത് ഒരാൾ ചോദിച്ചു മെഡിറ്റേഷൻ ചെയ്തിട്ട് എന്താണ് നേടിയതെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് തോന്നുന്നത് ത്രിപീഠകാസ്, ഭിഖു ബോധിയുടെ ത്രിപീഠകാസ് എന്ന് പറഞ്ഞ ഗ്രന്ഥമുണ്ട്, അതിനകത്ത് ഉള്ളതാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. കറക്റ്റായിട്ട് ഞാൻ ഓർക്കുന്നത്. എന്താണ് ധ്യാനത്തിലൂടെ എന്താണ് താങ്കൾ നേടിയതെന്ന് പറയുമ്പോൾ ബുദ്ധൻ പറയുന്നത്, ധ്യാനത്തിലൂടെ ഞാൻ ഒന്നും നേടിയില്ല, എനിക്ക് പലതും നഷ്ടപ്പെടുക ചെയ്തു. എന്താണ് നഷ്ടപ്പെട്ടത്? അഹങ്കാരം, അസൂയ, വെറുപ്പ്, ദേഷ്യം, ഇതൊക്കെയാണ് നഷ്ടപ്പെട്ടത്. അപ്പൊ അതേപോലെ നിങ്ങൾക്കും ഒരുപാട് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നഷ്ടപ്പെടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല, നെഗറ്റീവ് ആയിട്ടുള്ള വ്യക്തികളും നെഗറ്റീവ് ആയിട്ടുള്ള സിറ്റുവേഷൻസും ഇതെല്ലാം മാറി പരിവർത്തനം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.